പ്രിയപ്പെട്ടവരെ, നടുവേദനയുടെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളിൽ ഒന്നാമത്തായ ജന്മനാ ഉള്ള കോസ് നാം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേത് ട്രോമാറ്റിക് കോസാണ്. അപകടങ്ങൾ, അത്യാഹിതങ്ങൾ പോലെയുള്ള വീഴ്ച, അടി, ഇടി, ചതവ് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, നട്ടെല്ലിനുണ്ടാക്കുന്ന ക്ഷതങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിക്കുകൾ, അവിടെയുള്ള കശേരുക്കൾക്കും ഡിസ്കിനും അനുബന്ധമായിട്ട് ഉള്ള വെയിൻസ്, ആർട്ടറീസിനൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, T12 ഫ്രാക്ചർ വരെയുള്ള, അതായത് നമ്മൾ എന്നേക്കുമായി കടന്നു പോകുന്ന അവസ്ഥ വരെ ഇത്തരം അപകടങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. ചെറിയൊരു ശ്രദ്ധ നമ്മൾ പാലിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരുപാട് മെച്ചം. ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പോലും നമ്മുടെ നട്ടെല്ലിന് ക്ഷതമേൽക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഇത്തരം ട്രോമാറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാൽ വരുന്ന നടുവേദന നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്താണോ ഡാമേജ് വന്നിരിക്കുന്നത്, ഏതൊക്കെ മസിലിനാണോ ഡാമേജ് വന്നിരിക്കുന്നത്, അതല്ലെങ്കിൽ എല്ലിനോ അല്ലെങ്കിൽ മറ്റ് ഡിസ്കിൻ്റെ സോഫ്റ്റ് ടിഷ്യൂസിനൊക്കെ വന്നത് ഒക്കെ കൃത്യമായി നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ MRI സ്കാൻ പോലെയുള്ള ഏറ്റവും ആധുനിക പരിശോധനാ സംവിധാനങ്ങൾ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും ഉടൻ തന്നെ പരിഹാരം നേടാനും കഴിയും. ഇതിങ്ങനെയുള്ള ചില കേസുകളിൽ ചിലപ്പോൾ നമ്മുടെ ഡിസ്ക് ചെറിയൊരു ബൾജ് വന്നിട്ട് ഒരു കുഴിയിൽ വീണിട്ട് അത് പെട്ടെന്ന് അതിൻ്റെ നട്ടെല്ലിൻ്റെ അകത്തിരിക്കുന്ന സ്പേസൊക്കെ കംപ്ലീറ്റ് AP ഡയമീറ്ററൊക്കെ 2 mm വരെ എത്തിയ കേസൊക്കെ ഉണ്ട്. അത് ലംബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കോഡ എക്വിന സിൻഡ്രോം വരെ ഉണ്ടാക്കുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ നാം ഒന്ന് ചെറിയൊരു ശ്രദ്ധയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായ സുഖം കിട്ടുന്ന രൂപത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും.